നമസ്കാരം, കൂട് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ HTMLനെ കുറിച്ചൊരു പുതിയ വീഡിയോ സീരീസ് തുടങ്ങാൻ പോവാണ്. അതിനു മുന്നേ വെബ് ഡെവലപ്മെൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ വേണം. അതാണ് ഈ വീഡിയോ പറയുന്നത്. എന്താണ് വെബ് ഡെവലപ്മെൻറ്റ്? HTML ഒക്കെ പഠിച്ച് തുടങ്ങണക്കാട്ടി മുന്നേ തന്നെ വെബ് ഡെവലപ്മെൻ്റ് ഒരു കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേർഡ്സ്, ഒരുപാട് ടേംസ് നമ്മൾ ഈ വെബ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലയൻറ്റ്, സെർവർ, IP അഡ്രസ്സ്, ഡൊമൈൻ നെയിം, HTTP, പ്രോട്ടോകോൾ, സ്റ്റാറ്റിക് സൈറ്റ്, ഡൈനാമിക് സൈറ്റ്, അങ്ങനെ ഒരുപാട് വേർഡുകൾ നമ്മൾ ഈ വെബ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട് പറയാറുണ്ട്. ഇതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ല ഉപകാരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോനകത്ത് എന്താണ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് മാത്രമല്ല, ഇത്രയും വേർഡുകളുടെ അർത്ഥം എന്താണെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ വേർഡിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ, ഈ വേർഡ് എങ്ങനെ വന്നിരിക്കുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെബ് ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററി, അതായത് നെറ്റ്വർക്കിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒരു നല്ലൊരു ഐഡിയ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോനകത്ത് ഈ വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയാം. അതിന് മുന്നേ തന്നെ ഈ ഒരു വെബ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എത്തിച്ചേർന്നത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി, നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയും കൂടി നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇതിൽ ഹിസ്റ്ററി പറയണക്കാട്ടി മുന്നേ ഒരു ഡിസ്ക്ലെയിമർ. ഇതിൻ്റെ ഹിസ്റ്ററി, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോളിഷ് ചെയ്തിട്ടും ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഹിസ്റ്ററി ഒന്നും അത്ര അക്യുറേറ്റ് ആവണമെന്നില്ല. നേരെ മറിച്ച് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം ടെക്നിക്കലി പരമാവധി അക്യുറേറ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തുന്നത് പരിഗണിക്കുക. അത് നമ്മുടെ ചാനലിന് വളരെയധികം സപ്പോർട്ടായിരിക്കും. പണ്ടെന്ന് വെച്ചാൽ വളരെ വളരെ പണ്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുമ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു. അത് വലിയൊരു സംഭവമുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് വളരെ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യുമായിരുന്നു കമ്പ്യൂട്ടർ. അതുകൂടാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഗ്രാമബിൾ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടറിന് ആകാരാവുന്നത് ഈ പറയുന്ന ആകെ അഡീഷനും, സബ്ട്രാക്ഷനും, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും ഉള്ളൂ. പക്ഷേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണണം. അതിന് ഒരു ഇക്വേഷൻ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ പ്രോഗ്രാമുകൾ ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കാം. ബേസിക്കലി കമ്പ്യൂട്ടറിന് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ അറിയില്ലെങ്കിലും നമുക്കത് അഡീഷൻ റിപ്പീറ്റ് ചെയ്ത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത്, അങ്ങനെ സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിച്ച്, അങ്ങനെ ഇക്വേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം അതിനകത്ത് എഴുതാം. അപ്പോൾ കമ്പ്യൂട്ടർ എന്തായി, സാധാരണ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും പറയുന്ന കമ്പ്യൂട്ടർ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കാൻ അറിയുന്ന കമ്പ്യൂട്ടറെ. ഇതുപോലത്തെ ചെറിയ ഇക്വേഷൻ അല്ല, വലിയ വലിയ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വേണമെങ്കിൽ പോലും അതിനകത്ത് പ്രോഗ്രാം എഴുതാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ അതുകൊണ്ട് വളരെ യൂസ്ഫുള്ളായി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓഫീസായാലും യൂണിവേഴ്സിറ്റികളായാലും എല്ലാവിടെയും ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ വരാൻ തുടങ്ങി. അത് 10ഉം 100ഉം കമ്പ്യൂട്ടറുകൾ വരാൻ തുടങ്ങി. അപ്പോൾ പുതിയ ആവശ്യം വന്നു. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഉള്ള ഡാറ്റ അത് ബാക്കിയുള്ള കമ്പ്യൂട്ടറിലോട്ടും വേണമെങ്കിൽ അത് എങ്ങനെ എത്തിക്കും എന്നുള്ളതായിരുന്നു അടുത്തൊരു പ്രോബ്ലം. അതിന് ആദ്യം ചെയ്തു വന്നിരുന്നത് ഈ പറഞ്ഞ നമ്മളുടെ ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്സ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് കോപ്പി ചെയ്യുക, പിന്നെ ഈ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിടുക. അതായത് ഒരു സൊല്യൂഷൻ. പിന്നെ വേറൊരു സൊല്യൂഷൻ എന്താണ്, ഈ കമ്പ്യൂട്ടറുകളെല്ലാം വയർ വെച്ച് കണക്ട് ചെയ്യുക. ഈ കമ്പ്യൂട്ടറൊക്കെ നെറ്റ്വർക്ക് ചെയ്യുക. അങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ആവശ്യം വന്നത്. ഈ കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഒരു ഹാർഡ്വെയർ ഉണ്ടാക്കി. അതായത് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടൊരു ഹാർഡ്വെയർ. അതിനകത്ത് കണക്ഷൻ്റെ ഒരു പോർട്ടും ഉണ്ടാവും. ഒരു വയർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ ഈ ഒരു ബോർഡിനകത്ത് അതിൻ്റേതായ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. അതായത് ഈ ബോർഡിനെ കുറിച്ച് മനസ്സിലാക്കാനും അറിയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ എഴുതുന്ന ആൾക്കാർ ഡാറ്റ സെൻഡ് ചെയ്യും, റിസീവും ചെയ്യുന്നത്. അങ്ങനത്തെ സോഫ്റ്റ്വെയറിനെ പറയുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്നാണ് പറയുന്നത്. ആ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. ചുരുക്കി പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഹാർഡ്വെയർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഇത് സെൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലുണ്ടാവും, റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാമർക്ക് പ്രോഗ്രാം എഴുതാം. അതായത് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഡ്രൈവറിലെ ഈ പറയുന്ന സെൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കൊടുക്കും. അത് അവിടെ കിട്ടും. അവിടെ കിട്ടുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യും, അവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന കോഡിലോട്ട് ഈ ഒരു ഡാറ്റ കൊടുക്കും. അത് നമ്മുടെ കോഡാണ്, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അതിന് പ്രോസസ്സ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ഈ നെറ്റ്വർക്ക് റിക്വസ്റ്റിനകത്ത് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെങ്കിലും ജനറൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ആർക്കിടെക്ചർ പ്രകാരം ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, മറ്റൊരു കമ്പ്യൂട്ടർ ആയിരിക്കും അത് സെർവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ഫയൽ വേണമെങ്കിൽ എ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ബിനെ ഫയൽ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ റിക്വസ്റ്റ് ഡാറ്റ പോവും. എന്നിട്ട് ബിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എൻ്റെ റെസ്പോൺസ് ഡാറ്റയിനകത്ത് മൊത്തം ഫയൽ തിരിച്ചയക്കും. അത് നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. രണ്ട് കാര്യങ്ങളാണ് ഈ നെറ്റ്വർക്ക് റിക്വസ്റ്റിലുള്ളത്. ഒന്ന് റിക്വസ്റ്റ് അയക്കുന്ന ആൾ, ഒന്ന് ആ റിക്വസ്റ്റ് കിട്ടിയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആൾ. റിക്വസ്റ്റ് അയക്കുന്ന ആളെയാണ് നമ്മൾ ക്ലയൻ്റ് എന്ന് വിളിക്കുന്നത്. റിക്വസ്റ്റ് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സെർവർ എന്ന് വിളിക്കുന്നത്. ക്ലയൻറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ അല്ല, ഇതിൽ ഓടുന്ന ഈ ആപ്ലിക്കേഷനിലാണ്. ഈ ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ക്ലയൻറ്റായിട്ട് ആക്ട് ചെയ്ത് റിക്വസ്റ്റ് അയക്കുന്നത്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ സെർവറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ സെർവറും ക്ലയൻറ്റും ഉണ്ടാവാം. ചില കമ്പ്യൂട്ടറുകൾ ചിലപ്പോൾ നമ്മൾ ഈ സെർവർ ആപ്ലിക്കേഷൻ മാത്രമേ ഇടുള്ളൂ. അങ്ങനത്തെ ആ ഡിവൈസിനെ നമ്മൾ ജനറലി സെർവർ എന്നും പറയാറുണ്ട്. അത് ടെക്നിക്കലി അതിലോടുന്ന ആപ്ലിക്കേഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്.
സോ ഇനി അടുത്തൊരു കേസ് നോക്കാം. ഈ ഒരു സെർവറിനകത്തുനിന്ന് വേറൊരു കമ്പ്യൂട്ടറിന് ഡാറ്റ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെയും ഇതേ ക്ലയൻറ്റ് നമുക്ക് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ആ സെർവറിൽ നിന്ന് ഡാറ്റ എടുക്കാം. ഇനിയൊരു പക്ഷേ ഈ ഒരു മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യാസമാണെങ്കിലോ, അതായത് ഇത് വിൻഡോസിലും ഇത് മാക്കിലും ഓടുന്നെങ്കിൽ എന്ത് ചെയ്യും, ഈ വിൻഡോസിലെ ആപ്ലിക്കേഷൻ തന്നെ ഈ മാക്കിൽ കൊണ്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിന് പുതിയൊരു ക്ലയൻറ്റ് എഴുതണം. അപ്പോൾ അതെങ്ങനെ എഴുതും? സോ ഈ ഒരു മെഷീനിൽ ഈ സെർവർ ആപ്ലിക്കേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ആപ്ലിക്കേഷൻ ഇത് ഏത് മെഷീൻ നിന്നാണ്, വിൻഡോസ് നിന്നാണോ മാക്കിൽ നിന്നാണോ റിക്വസ്റ്റ് വരുന്നതെന്ന് അവൻ അറിയേണ്ട ആവശ്യമില്ല. അവന് ആ കറക്റ്റ് ഫോർമാറ്റിൽ ആ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, സോ അപ്പോൾ അവൻ ആ കറക്റ്റ് ഫോർമാറ്റിൽ ആ റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ മെഷീൻ്റെ ഡ്യൂട്ടി. സോ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി സെർവർ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ രണ്ട് ആപ്ലിക്കേഷനും തമ്മിൽ ഒരു ഡാറ്റയുടെ ഫോർമാറ്റുകൾക്ക് ഒരു ധാരണയുണ്ടാവും. ഓക്കെ, ഇന്ന ഫോർമാറ്റിൽ ഡാറ്റ അയക്കണം, ഇന്ന ഫോർമാറ്റിൽ റെസ്പോൺസ് അയക്കണം എന്നുള്ളൊരു ധാരണയുണ്ടാവും. അതിനാണ് പ്രോട്ടോക്കോൾ അഥവാ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറയുക. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. റിക്വസ്റ്റിന് ഒരു ഫോർമാറ്റ് ഉണ്ടാവും, റെസ്പോൺസിന് ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡിവൈസ് ഡ്രൈവർ നോക്കുവാണെങ്കിലും ഇതിനകത്തുനിന്ന് ഇവർ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ടായിരിക്കും അയക്കുന്നത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ ഉണ്ടാവും. ഓക്കെ, സോ ഇപ്പോൾ നെറ്റ്വർക്കിംഗ് ലെയർ നോക്കുവാണെങ്കിൽ ഈ ഡിവൈസ് ഡ്രൈവറും ഡിവൈസും ഒക്കെ ഉള്ള ഈ ഒരു ലെയറിന് ഫിസിക്കൽ ലെയർ എന്നാണ് പറയുന്നത്. സോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ ലെയർ, തൽക്കാലം നമുക്ക് ആപ്ലിക്കേഷൻ ലെയർ എന്ന് വിളിക്കാം, ഇത് തമ്മിലും ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. ഓക്കെ, സോ അതാണ് നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ. അതിന് പല ലെയറുകൾ ഉണ്ടാവും. ഓക്കെ, ഓരോ ലെയറും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോളിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ സെർവറും ക്ലയൻറ്റുകളൊക്കെ എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ ഈ ആപ്ലിക്കേഷൻ പല ഡിവൈസിലാണെങ്കിൽ കൂടി ഇതിൻ്റെ ക്ലയൻറ്റും സെർവറും തമ്മിൽ ഒരു പ്രശ്നമില്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ കമ്മ്യൂണിക്കേഷൻ അതായത് ലെയർ ടു ലെയർ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഡാറ്റ ഈ വഴിയൊക്കെയാണ് പോകുന്നതെങ്കിലും ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇതേപോലെ ഈ ലെയർ ടു ലെയർ ആണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലയൻറ്റിൽ എഴുതിയ പ്രോഗ്രാമിൻ്റെ ഡാറ്റ ഫോർമാറ്റ്, അതായത് ക്ലയൻറ്റ് ഇപ്പോൾ ഒരു ഫയൽ റിക്വസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റ് ആണെങ്കിൽ അതിൽ ഫയലിൻ്റെ റിക്വസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ ഫയലിൻ്റെ പാത്ത് ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഡാറ്റ ആയിരിക്കും. അത് മനസ്സിലാക്കുന്ന ഈ സെർവറാണ്. അതുപോലെ തന്നെ സെർവർ ആ ഡാറ്റ തിരിച്ചയക്കുമ്പോൾ ആ ഡാറ്റയുടെ കറസ്പോണ്ടിങ് ഫോർമാറ്റ് മനസ്സിലാക്കുന്ന ഈ ക്ലയൻറ്റാണ്. സോ അതായത് ഈ രണ്ട് പ്രോഗ്രാമുകളുടെ ഡാറ്റ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നേരെ മറിച്ച് ഈ ഡാറ്റ അയക്കുന്ന സമയത്ത് ഈ പറയുന്ന ഹാർഡ്വെയറിനൊന്നും ഇതിൽ എന്താ ഡാറ്റ ഇരിക്കുന്ന അറിയേണ്ട ആവശ്യമില്ല. അവൻ ഈ പറയുന്ന ഡാറ്റ മറ്റേ സൈഡിലോട്ട് എത്തിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി അതായത് ലെയറിൻ്റെ ഫംഗ്ഷനാലിറ്റി അതായത് ലെയറുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ലെയർ ടു ലെയർ കാണിക്കുന്നത്. ഇത് ബേസിക്കലി നമ്മൾ കത്തൊക്കെ അയക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കത്തിൻ്റെ ഉള്ളടക്കം അയക്കുന്ന ആൾക്കറിയാം, പിന്നെ അതേപോലെ കിട്ടുന്ന ആളറിഞ്ഞാൽ മതി. ഇത് അയക്കുന്ന പ്രോസസ്സിലുള്ള ആൾക്കാരും അത് അറിയേണ്ട ആവശ്യമില്ല. അതേപോലെ അയക്കുന്ന പ്രോസസ്സ് ഈ പറയുന്ന കത്ത് എഴുതുന്ന ആൾക്കാരും അറിയേണ്ട ആവശ്യമില്ല. സോ ലെയർ കൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതായത് ലെയറിലുള്ള ഫംഗ്ഷനാലിറ്റി അതായത് ലെയറുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു കമ്പ്യൂട്ടറുകൾ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രോബ്ലം സോൾവ് ആയി. സോ ഇതിപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട. അതായത് ഇതൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ 1-2 കമ്പ്യൂട്ടറുകളല്ല 10, 15, 20 കമ്പ്യൂട്ടറുകളൊക്കെ വരാൻ തുടങ്ങി. സോ അങ്ങനത്തെ ഒരു കേസുകൾ എന്താണ്, എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ കണക്ട് ചെയ്യണം എന്നൊരു ആവശ്യം വന്നു. സോ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ഹബ്ബ് പോലത്തെ ഒരു സാധനം വയ്ക്കാൻ തീരുമാനിച്ചത്. അതായത് ഫോർ എക്സാമ്പിൾ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ഹബ്ബിലോട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് ആ ഹബ്ബിൽ നിന്ന് ബാക്കിയുള്ള കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ ഹബ്ബുകൾ കണക്ട് ചെയ്താലും അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഗെറ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ നെയിമും കൊടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു കമ്പ്യൂട്ടറിലെ കണക്ട് ചെയ്തുള്ളതുകൊണ്ട് അവൻ അവിടെ പോയി എടുത്തിട്ട് വരുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടറിലുമായിട്ട് അവൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം, അവന് ഇതിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് എടുക്കേണ്ടതെന്നും കൂടിയും പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഈ കമ്പ്യൂട്ടറുകൾക്ക് അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യം വന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറുകൾക്ക് ഒരു അഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് പോയിട്ട് എടുത്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതേപോലെ ഫയൽ എടുത്തിട്ട് വരാൻ പറ്റും. സോ ഈ അഡ്രസ്സ് ഈ നെറ്റ്വർക്കിംഗ് അഡ്രസ്സ് ആയതുകൊണ്ട് ഇത് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന എൻറ്റിറ്റി, കണക്ട് ചെയ്യുന്ന ആൾ തന്നെ അഡ്രസ്സ് കൊടുക്കുന്നതാണ് നല്ലത്. സോ അതുകൊണ്ട് തന്നെ ഈ ഹാർഡ്വെയർ അതായത് നെറ്റ്വർക്കിൻ്റെ ബോർഡ് അതാരാണോ ഉണ്ടാക്കുന്നത് അവരാണ് ഈ നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്കുള്ള അഡ്രസ്സും കൊടുത്തിരുന്നത്. ഓക്കെ, അത് നമ്മുടെ സിസ്റ്റം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് പല കമ്പ്യൂട്ടറിൽ പല പോലെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വൈഫൈയിലാണ് കണക്ട് ചെയ്തുകൊണ്ട് വൈഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയർ എടുത്തു കഴിഞ്ഞാൽ വേണ്ട ഒരു മാക്ക് അഡ്രസ്സ് കിടക്കുന്ന കാണാൻ പറ്റും. സോ എല്ലാ ഡിവൈസുകൾക്കും ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോണിനായാലും ലാപ്ടോപ്പിനായാലും കമ്പ്യൂട്ടർക്കൊക്കെ എല്ലാത്തിനും ഓരോ മാക്ക് അഡ്രസ്സ് ഉണ്ടാവും. അതെല്ലാം വേറെ വേറെ ആയിരിക്കും. അതും ഡിവൈസ് മാനുഫാക്ചർ ഉറപ്പ് വരുത്തും അതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വരുത്തില്ല. അതെല്ലാം വേറെ വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഡിവൈസിനകത്ത് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ഇൻ്റർഫേസുകൾ ഉണ്ടാവും. അതായത് നമുക്ക് വയർ വെച്ച് കണക്ട് ചെയ്യാം, അല്ലാണ്ട് വൈഫൈ ഉണ്ട്, പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാവാം. സോ ഇതിനെല്ലാം വേറെ വേറെ ഹാർഡ്വെയർ ആയതുകൊണ്ട് ഇതിനെല്ലാത്തിനും വേറെ വേറെ മാക്ക് അഡ്രസ്സ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ യൂണീക്ക് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഇതിൻ്റെ അഡ്രസ്സിൻ്റെ പ്രശ്നം അവർ സോൾവ് ചെയ്തു. മാക്ക് അഡ്രസ്സ് കൊണ്ട് മാത്രം ഈ നെറ്റ്വർക്ക് അഡ്രസ്സിൻ്റെ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റിയില്ല. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഇതുപോലെ ഒരു റൂമിൽ ഒതുങ്ങിയിരിക്കാതെ അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതായത് ഒരു റൂമിൽ നിന്ന് മാറി ഇത് പല ബിൽഡിങ്ങുകൾ യൂണിവേഴ്സിറ്റികളിലെ തന്നെ അല്ലെങ്കിൽ ഓഫീസുകളിൽ തന്നെ പല ബിൽഡിങ്ങുകളും പല ലൊക്കേഷനുകളും തമ്മിൽ കണക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ അപ്പോൾ പുതിയ പ്രോബ്ലംസ് വന്നു. അതായത് ഫോർ എക്സാമ്പിൾ നേരത്തെ
നമ്മൾക്ക് ഒരു മാക് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന ആ ജംഗ്ഷനിലിരിക്കുന്ന ഹബിനോ ആ ഒരു ഡിവൈസിനോ അറിയാൻ പറ്റുമായിരുന്നു ഇത് ഏത് ഡിവൈസിനാണ് കൊടുക്കേണ്ടതെന്ന്. നേരെ മറിച്ച് പല ലൊക്കേഷൻ വന്നപ്പോൾ അതിന് കുറച്ചും കൂടി ഓപ്ഷൻസ് വേണം. അതായത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഒരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് തന്നെ കൊടുക്കണോ അത് പുറത്ത് കൊടുക്കണോ, അതായത് അഡ്രസ്സിന് കുറച്ചും കൂടി ഇൻഫർമേഷൻ അതിന് ആവശ്യമായിട്ട് വന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ കത്തയക്കുന്ന പോലെ തന്നെ നമ്മളൊരു കത്ത് അയക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ നാട്ടിലുള്ളതാണോ പുറത്താണോ എന്നനുസരിച്ചിട്ട് വേണം നമുക്ക് ആ കത്ത് ഫോർവേഡ് ചെയ്യാൻ. നേരെ മറിച്ച് ആ ഒരു ഇൻഫർമേഷൻ ഇല്ല, ഒരു വീട്ടുപേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി പാടായിരിക്കും. അപ്പോൾ അത്തരം ഇൻഫർമേഷനൊന്നും ഈ മാക് അഡ്രസ്സിൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക് അഡ്രസ്സ് തരുന്ന ഹാർഡ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരാണെങ്കിൽ എല്ലാവർക്കും ഈ ഹാർഡ്വെയർ കൊടുക്കുന്നതാണ്. നമ്മുടെ സ്പെസിഫിക് നമ്മുടെ ഈ റൂമിലുള്ള ഇന്ന സെറ്റ് ഓഫ് കമ്പ്യൂട്ടറുകൾക്ക് ഇന്ന അഡ്രസ്സ് വേണം എന്നൊന്നും പറഞ്ഞാൽ അവർ തരത്തില്ല. അപ്പോൾ ഈ ഡെവലപ്പേഴ്സ് എന്ത് പറഞ്ഞു വെച്ചാൽ ഓക്കെ മാക് അഡ്രസ്സ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഡിവൈസ് ഡ്രൈവറിന് മുകളിൽ ഒരു ലെയർ സോഫ്റ്റ്വെയറും കൂടി എഴുതാം. അതിനകത്ത് ഈ പറഞ്ഞൊരു ലോജിക്കൽ അഡ്രസ്സ്, ഈ മാക് അഡ്രസ്സിനെ പോലെ തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ലോജിക്കൽ അഡ്രസ്സ് നമ്മൾ കൊണ്ടുവരാം. എന്നിട്ട് അത് വെച്ചിട്ട് റൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനത്തെ അഡ്രസ്സിൻ്റെ പേരാണ് IP അഡ്രസ്സ്. ഓക്കെ, സോ IP അഡ്രസ്സ് ബേസിക്കലി എല്ലാവർക്കും അറിയായിരിക്കും ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. ഈ IP അഡ്രസ്സിന് പല ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ IP അഡ്രസ്സിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്ന മാസ്ക് എന്ന് പറഞ്ഞ കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഈ ജംഗ്ഷനിലിരിക്കുന്ന ഈ ഒരു റൗട്ടറിന് ഇത് എങ്ങോട്ടാണ് പാക്കറ്റ് ഫോർവേഡ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ IP അഡ്രസ്സ് കണ്ടുപിടിക്കാനും അതിനനുസരിച്ചിട്ട് പാക്കറ്റ് ഫോർവേഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ ഡിവൈസിനകത്തും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജംഗ്ഷൻ പോയിന്റ്, അതായത് ഈ റൗട്ടറുകളിലും ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാവുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഓക്കെ, സോ അത് ഡിവൈസ് ഡ്രൈവറിൻ്റെ മുകളിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. അത് നമ്മൾ അപ്ലിക്കേഷൻ്റെ താഴെ ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അത് അപ്ലിക്കേഷൻ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ സോഫ്റ്റ്വെയറുകൾ തന്നെ ഈ ബേസിക്കലി ഈ കമ്മ്യൂണിക്കേഷനൊക്കെ ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു IP അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അഡ്രസ്സ് കണ്ടുപിടിക്കുക റൗട്ടിംഗ് ഒക്കെ അവൻ ഹാൻഡിൽ ചെയ്തോളും. നമ്മളതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈവൻ നമ്മളൊരു ഡാറ്റ ഗെറ്റ് എന്ന് പറഞ്ഞാൽ ആ റിക്വസ്റ്റ് ഒരു കുഴപ്പമില്ലാണ്ട് ഏത് IP അഡ്രസ്സാണോ ആ IP അഡ്രസ്സ് കണ്ടുപിടിച്ച് അവൻ കൊടുത്തോളും. അതിൻ്റെ റെസ്പോൺസ് കറസ്പോണ്ടിങ് ആയിട്ട് തിരിച്ചവന് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഈ നെറ്റ്വർക്ക് ലെയറിനകത്ത് ഒന്നല്ല ഒരുപാട് പ്രോട്ടോക്കോൾ ഉണ്ട്. നമ്മളുടെ പാക്കറ്റ് കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോട്ടോക്കോൾ ഉണ്ട്. അതിലത്തെ ഒരു പ്രോട്ടോക്കോൾ മാത്രമാണ് ഈ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. സോ ആ പ്രോട്ടോക്കോളിൻ്റെ പേരാണ് DHCP. സോ ആ പ്രോട്ടോക്കോൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ മെഷീൻ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ മെഷീൻ നെറ്റ്വർക്കിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്കൊരു IP അഡ്രസ്സ് കൊണ്ട് തരുന്നത്. ഓക്കെ, ഇതിന് മൊത്തത്തിൽ പ്രോട്ടോക്കോൾ സ്റ്റാക്ക് അഥവാ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റാക്ക് TCP/IP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ സ്റ്റാക്കാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും മെഷീനകത്ത് ഉള്ളതാണ്. അത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മെഷീനിലൊക്കെ ഉണ്ടാവും ഈ TCP/IP സ്റ്റാക്ക്. ഇത് ഇവിടെ ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന റൗട്ടറുകളിൽ ഇതിൻ്റെ പല ലെയറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസുകൾ പലയിടത്തും ഉണ്ടാവും. അങ്ങനെയാണ് ഈ ശരിക്കും പറയുന്നത് ഈ നെറ്റ്വർക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്കിംഗ് സ്റ്റാക്ക് ഉള്ളതുകൊണ്ട് ആർക്കും വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അപ്ലിക്കേഷൻസ് എഴുതാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അപ്ലിക്കേഷൻ എഴുതുമ്പോൾ തന്നെയും ഇത് രണ്ടും തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള റൂൾസും ഇവർ രണ്ടുപേരും അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് അപ്ലിക്കേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും അവർക്ക് തമ്മിലൊരു പ്രോട്ടോക്കോൾ വേണം. അതിനെയാണ് അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളുകൾ എന്ന് വിളിക്കുന്നത്. ഒരു വെബ് ഡെവലപ്പർ എന്ന നിലയ്ക്ക് നമുക്ക് നെറ്റ്വർക്കിലെ ബാക്കി പ്രോട്ടോക്കോളുകളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ അറിയേണ്ടത് ചില അപ്ലിക്കേഷൻ പ്രോട്ടോക്കോളുകൾ മാത്രമാണ്. സോ അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻ പ്രോട്ടോക്കോളുകൾ നിലവിലുണ്ട്. ഓക്കെ, സോ അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ FTP ആണ്. പിന്നെ അത് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റിമോട്ടായിട്ട് ഷെല്ല് കണക്ട് ചെയ്യാം രണ്ട് മെഷീനുകൾ തമ്മിൽ. അതിന് SSH എന്ന് പറയും. അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ നമ്മൾ വെബ് ഡെവലപ്പേഴ്സ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോട്ടോക്കോളാണ് HTTP. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് എന്താണ് ഒരു പോർട്ട് എന്നതിനെക്കുറിച്ച് പറയാം. നേരത്തെ കണ്ട ഹാർഡ്വെയർ പോർട്ടല്ല, നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ പോർട്ട്. അതെന്താണെന്ന് നമുക്ക് പറയാം. ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ, അതായത് നെറ്റ്വർക്ക് സെർവർ ആപ്ലിക്കേഷൻ ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്യുമ്പോൾ അതിനും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു FTP ഉണ്ട്, ഒരു SSH ഉണ്ട്, അങ്ങനെ കുറച്ച് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു റിക്വസ്റ്റ് പോവാണ് ഫയൽ കിട്ടാൻ. ആ റിക്വസ്റ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് ആർക്ക് കൊടുക്കും? FTPക്ക് കൊടുക്കും, SSHന് കൊടുക്കും, ആർക്ക് കൊടുക്കും? സോ ഇത് ഏത് ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഒരു നമ്പർ എഴുതും. ഓക്കെ, ആ നമ്പറിൻ്റെ പേരാണ് പോർട്ട്. അതായത് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് സെർവർ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ അത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ പ്രോട്ടോകോൾ സ്റ്റാക്കിന് ആ പോർട്ട് നമ്പറും കൂടിയും പറഞ്ഞു കൊടുക്കണം, എൻ്റെ പോർട്ട് ഇതാണെന്ന്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് പോർട്ട് ബൈൻഡിങ് എന്ന് പറയുന്നത്. FTPയുടെ ഡീഫോൾട്ട് പോർട്ട് 21 ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു FTP ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് അയക്കേണ്ടത് ഈ ഒരു IP അഡ്രസ്സും പിന്നീട് ഈ ഒരു പോർട്ട് നമ്പർ ഉപയോഗിച്ചിട്ട് വേണം ഈ റിക്വസ്റ്റ് അയക്കാൻ. അപ്പോൾ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ്റെ സെർവറുകൾ ലിസൺ ചെയ്യുന്ന, റിക്വസ്റ്റ് ഇരുന്ന് ലിസൺ ചെയ്യുന്ന ഒരു നമ്പറിനെയാണ് പോർട്ട് എന്ന് പറയുന്നത്. ഒരു ലോജിക്കൽ നമ്പറാണ്. ആ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു റിക്വസ്റ്റ് വന്നാൽ മാത്രമേ ആ കറക്റ്റ് ആപ്ലിക്കേഷന് ആ റിക്വസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തത് എന്താണ് ഒരു ഡൊമൈൻ നെയിം എന്ന് നോക്കാം. ഓക്കെ, ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ google.com, amazon.com ഈ പേരുകളിൽ ഇതിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. സോ ഈ IP അഡ്രസ്സ് കൊടുത്തപ്പോൾ അത് റൗട്ടിങ്ങിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആക്കി.
എന്നാലും നമ്മളൊരു സാധാരണ യൂസറിന് ഈ നമ്പറൊക്കെ ഓർത്ത് വയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമൈൻ നെയിം IP അഡ്രസ്സിനെ പോലെ തന്നെ ഒരു ഡൊമൈൻ നെയിം കൊണ്ടുവന്നു. ഓക്കെ, ആ ഡൊമൈൻ നെയിമും IP അഡ്രസ്സും തമ്മിലൊരു മാപ്പിംഗ് ഉണ്ടാവും. സോ ഇതൊക്കെ മാനേജ് ചെയ്യാൻ നെറ്റ്വർക്കിനകത്ത് ഒരു ഡൊമൈൻ നെയിം സെർവർ ഉണ്ടാവും. ആ ഡൊമൈൻ നെയിം സെർവർ ബേസിക്കലി IP അഡ്രസ്സും ഈ ഡൊമൈൻ നെയിമും ഒക്കെ മാപ്പ് ചെയ്യും. അത് മാനേജ് ചെയ്യാനും ഇതേപോലെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. സോ അപ്പോൾ നമുക്ക് ഈ IP അഡ്രസ്സ് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന ഈ ഡൊമൈൻ നെയിം ഓരോന്നിനും നെയിം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായതുകൊണ്ട് ആ നെയിം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫയൽ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റ് അവിടെ എത്തിക്കുകയും റെസ്പോൺസ് ഇങ്ങോട്ട് വരികയും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ കൂടി ആയിരുന്നപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സാധ്യതകൾ വളരെയധികം കൂടാൻ തുടങ്ങി. ഈ ഓരോ ഓഫീസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റികളുടെ ഉള്ളിൽ എന്ന് മാത്രം കണക്ടിവിറ്റി എന്നതിനപ്പുറം ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടറുകളും കണക്ട് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് തുടങ്ങുന്നത്. സോ അങ്ങനെയാണ് ISPകളുടെ വരവ്. ISP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സാണ്. ഓക്കെ, അതായത് നമുക്ക് ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ ജിയോ ഫൈബർ, ഏഷ്യാനെറ്റ് കേബിൾ, കേരള വിഷൻ, BSNL, ഇതൊക്കെ നമുക്ക് ISPകളുടെ എക്സാമ്പിളായിട്ട് പറയാം. സോ ISPകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലോകമെമ്പാടും കേബിളുകൾ വലിക്കാൻ തുടങ്ങി. കോപ്പർ കേബിൾ ആയിരിക്കാം, ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ ആയിരിക്കാം, പല രീതിയിലുള്ള കേബിളുകൾ കണക്ട് ചെയ്തിട്ട് ലോകമെമ്പാടും തന്നെ ഒരു നെറ്റ്വർക്ക് ശൃംഖല ഉണ്ടാക്കി. സോ അവരത് ഉണ്ടാക്കിയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഏതെങ്കിലും ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ നമ്മൾക്കോ ആർക്കും ആണെങ്കിലും ആ നെറ്റ്വർക്കിലോട്ട് കണക്ഷൻ എടുക്കാം. അങ്ങനെ കണക്ഷൻ എടുക്കുന്ന സമയത്ത് എന്തായി, ലോകത്തിലുള്ള ഒരുവിധം എല്ലാ കമ്പ്യൂട്ടറുകളും ഇൻ്റർ കണക്റ്റഡായി. അങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ നെറ്റ്വർക്കിനെയാണ് വെബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, എല്ലാ കമ്പ്യൂട്ടറുകളും കണക്റ്റഡായി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെക്യൂരിറ്റിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ FTP എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ആക്സസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലെ എല്ലാ ഡീറ്റെയിൽസും എല്ലാവർക്കും കിട്ടും. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിനെ വളരെയധികം കോംപ്രമൈസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എല്ലാ ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോളുകളും നമുക്ക് പുറത്ത് ഇതേപോലെ വിസിബിളായിട്ട് മറ്റുള്ളവർക്ക് കണക്ഷൻ കൊടുക്കുന്നത് അത്ര കണ്ട് ആരും അങ്ങനെ ചെയ്യാത്തൊരു കാര്യമായി. ഓക്കെ, അവർ ബേസിക്കലി ഇപ്പോൾ എനിക്കൊരു കമ്പനിയുണ്ട്, വേറൊരു കമ്പനിയുണ്ട്, ഈ കമ്പനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും പല പ്രോട്ടോക്കോൾ വഴി കണക്ട് ചെയ്യും. എന്നല്ലാണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കായിട്ട് വല്ല ഡാറ്റ വേണമെങ്കിൽ അതിന് ഈ പ്രോട്ടോക്കോളുകളൊന്നും സെക്യൂരിറ്റി വൈസ് പോരാതെയായി. ഓക്കെ, സോ അങ്ങനെ ലിമിറ്റഡ് ആക്സസ് ഉള്ള എന്നാൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ ആവശ്യം അങ്ങനെയാണ് വന്നത്. അങ്ങനെ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ ഉണ്ടായി. അതിൻ്റെ പേരാണ് HTTP. സോ HTTP എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രോട്ടോക്കോളുകൾ പോലെയല്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വളരെ ഇപ്പോൾ നമ്മളൊരു ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡറിനകത്ത് മാത്രമേ അതിന് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗത്തും അതിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വളരെ കുറച്ച് ഓപ്പറേഷൻസ് മാത്രമേ അത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ അത്യാവശ്യം സെക്യൂരിറ്റി ലെയേഴ്സും അതിനകത്തുണ്ട്. സോ അങ്ങനത്തെ ഒരു പ്രോട്ടോക്കോളാണ് HTTP അഥവാ HTTPS. ഈ HTTPയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെർവർ ഉണ്ടാവും, ഒരു ക്ലയൻറ്റും ഉണ്ടാവും. ഓക്കെ, സോ ഈ HTTP സെർവറിന് വെബ് സെർവർ എന്നും പറയാറുണ്ട്. ഈ HTTP ക്ലയൻറ്റിനെ വെബ് ക്ലയൻ്റ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഈ HTTP സെർവറും ഈ HTTP ക്ലയൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെയാണ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ വെബ് സെർവറും വെബ് ക്ലയൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഈ സെർവറോ ക്ലയൻറ്റോ ഉണ്ടാക്കുന്നതല്ല വെബ് ഡെവലപ്മെൻറ്റ്. കാരണം സെർവർ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, നമ്മൾ ഏതെങ്കിലും വെച്ച് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ അപ്പാഷെ, ടോം കാറ്റ് എന്നൊക്കെ ഇഷ്ടംപോലെ വെബ് സെർവറുകളുണ്ട്. അത് ഏതെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സർവീസ് പ്രൊവൈഡറുകളുണ്ട്. ഫയർബേസ്, AWS എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള സർവീസുകളുണ്ട്. അത് നമുക്ക് ഉപയോഗിച്ചാലും മതി. അതായത് വെബ് സെർവറിൻ്റെ ഡെവലപ്മെൻ്റ് അല്ല വെബ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാലും ഇഷ്ടംപോലെ ക്ലയൻറ്റും അവൈലബിൾ ആണ്. അതായത് ഫേമസ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ് ബ്രൗസറാണ്. നമ്മുടെ വെബ് ബ്രൗസർ ഒരു HTTP ക്ലയൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്ലയൻറ്റും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് വെബ് ഡെവലപ്മെൻറ്റ്? സോ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ സ്കോപ്പ് ഏറ്റവും കൂടുതൽ കൂട്ടിയത് രണ്ട് കാര്യങ്ങൾ വന്നതോടുകൂടിയിട്ട്. ഒന്ന്, സെർവർ സൈഡിനകത്ത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു സാധനവും അതുപോലെ തന്നെ APIs എന്ന് പറഞ്ഞൊരു ഫീച്ചറും അതുപോലെ തന്നെ ക്ലയൻറ്റ് സൈഡിനകത്ത് വെബ് ബ്രൗസറുകളും. ഇത് വന്നപ്പോഴാണ് ഒരു ഡെവലപ്പർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഈ വെബ് ഡെവലപ്മെൻറ്റിലുണ്ടായത്. ഇത് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഡെവലപ്പേഴ്സിനെ സഹായിച്ചു. സോ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനെയാണ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ വെബ് സെർവറും വെബ് ക്ലയൻറ്റും ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്? എന്തൊക്കെ തരം ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കാം? ഇതിൻ്റെ സാധ്യതകൾ എന്താണ്? ഇതൊക്കെ കുറച്ചും കൂടിയും എക്സാമ്പിളായിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ HTMLൻ്റെ കോഴ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്, തീർച്ചയായും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.